അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ഈ ഒരു കിടിലം പോലത്തെ പാലവും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ഒരു സ്റ്റോറേജ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളതിലാണെങ്കിൽ ഇപ്പൊ കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സിസ്റ്റം വേണം. അപ്പൊ വീഡിയോയിലേക്ക് പൊതുവെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് കുറച്ചുകൂടി സബ്സ്ക്രൈബർ മതി നമുക്ക് ഇനി ഒരു 200 സബ്സ്ക്രൈബർ ആവാൻ. അപ്പൊ നമ്മളെ ടാർഗറ്റ് 500 ആണ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ മീനുകുട്ടിയും കാര്യങ്ങളൊക്കെ ദേ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെ മീനുകുട്ടി ദാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മീനുകുട്ടി ഇങ്ങോട്ട് നോക്ക് മീനുകുട്ടി. അയ്യോ മീനുകുട്ടി എന്നെ നോക്കണില്ല. ആ നോക്കി. അപ്പോൾ മീനുകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 20 ലൈക്ക് അങ്ങ് ചെയ്യാതെ നിങ്ങളോട് പറയുന്നുണ്ട് മീനുകുട്ടി ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ മീനുകുട്ടിക്ക് 30 ലൈക്കാണ് വേണ്ടത്. ഓക്കെ അപ്പൊ 30 ലൈക്ക് അങ്ങ് ചെയ്യാ. അപ്പൊ ഞാൻ മുമ്പത്തേത് എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിട്ട് നമുക്കൊരു പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്തായാലും ഞാൻ ക്യാൻസൽ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഞാൻ അതിന് പുറമെ ഒരു പാലം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. സോ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇന്നൊരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇത് നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും മൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോറേജ് സിസ്റ്റം ബിൽഡ് ചെയ്യണം. അപ്പോൾ എവിടെയെന്ന് നല്ല ലൊക്കേഷൻ ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം തന്നെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാത്ത് ഇല്ല താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തായാലും സെറ്റ് ആക്കിയിട്ട് നമുക്ക് സ്റ്റോറേജ് റൂമും കൂടി സെറ്റ് ചെയ്യാം. അപ്പോൾ പാത്ത് ഏകദേശം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടിയും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇതുപോലെ സ്ട്രെയിറ്റ് താഴേക്ക് കൊണ്ടുപോകാനാണ് നോക്കിയത്. പക്ഷെ നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ കറക്കിയെടുത്തു. ഇവിടെ കുറേ ദിവസമായിട്ടില്ലേ ഈ കള്ളപ്പൂച്ച ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. നമുക്ക് ഇവനെ നമ്മളെ പെറ്റാക്കിയാലോ? എന്തായാലും ഇതൊന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളമുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ആവശ്യമുള്ള ടൂൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് മീനിനെ പിടിച്ചിട്ട് വരാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു പെറ്റാക്കാം. ഓ ഇവിടെ ഇഷ്ടം പോലെ മീമിയുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ മീമീനെ കിട്ടി. അയ്യോ ഒന്നിനെയും കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അറിയത്തില്ല ഗൈസ് കൊല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ ഒന്നിനെ കൊന്നു. അയ്യോ ഞാനിപ്പോൾ ചാവും. അയ്യോ അയ്യോ ഇപ്പം മീമീനെ കൊല്ലാൻ പോയിട്ട് ഞാൻ ഇപ്പം ചത്തേനെ. അപ്പോൾ ഒരു മീമീനെ കൊന്നിട്ടുണ്ട്. പക്ഷെ ആ മീമീൻ്റെ ഇതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. ഓക്കെ അത് ഇവിടെ ഓക്കെ അത് കിട്ടി. ഇതെന്താണ് സോംബിയൊക്കെ വെള്ളത്തിന്റെ അടിയിൽ? ഇവര് സ്ഥലം വീടും കൂടിയൊക്കെ വെള്ളത്തിന്റെ അടിയിലാക്കിയോ? അപ്പൊ നമ്മളെ കയ്യിലാണെങ്കിൽ ഒരു 3 മീനിന്റെ കഷ്ണമുണ്ട്. പക്ഷെ പൂച്ചനെ കാണാനില്ല. ബൈ ദ ബൈ പൂച്ച ഇപ്പൊ എവിടെയോ പോയി. കള്ളപ്പൂച്ച. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് മീനൊക്കെ പിടിച്ചിട്ട് വരുമ്പോ പൂച്ചനെ കാണാനില്ല. എന്തായാലും നമുക്ക് രാവിലെ ആക്കിയിട്ട് വരാം. രാവിലെ അവനെ തപ്പാം. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഓക്കെ അവനെ കിട്ടി. നമുക്ക് ഇവൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഓക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അവൻ വളഞ്ഞില്ല. എന്റെ 3 മീമിനെ തിന്നിട്ട് കള്ളപ്പൂച്ച വളഞ്ഞില്ല. നമുക്ക് എന്തായാലും രാവിലെ അവനെ വളച്ചെടുക്കാം. ഞാൻ ഇപ്പൊ പോയി ഉറങ്ങട്ടെ. രാത്രിയായി. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ കുറച്ചധികം മീമിനെ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ പൂച്ചക്കുട്ടി അവിടെ അതിന്റെ വാല് ഞാൻ കണ്ടു. അപ്പൊ നമുക്ക് അതിന്റെ അടുത്ത് പോയിട്ട് ഇതൊന്ന് കൊടുത്തിട്ട് അതിനെ എന്തായാലും നമ്മളെ പെറ്റാക്കണം. ഓക്കെ അങ്ങനെ ഞാൻ ഇവന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് കൊടുത്തു നോക്കാം. ഓക്കെ മോനെ നമ്മളെ പെറ്റായി. അയ്യോ നമുക്ക് പുതിയ പെറ്റിനെ കിട്ടിയേ. അയ്യോ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട്. ഞാൻ ഇതിനെ പെറ്റാക്കണം എന്ന് കുറെ ആയി ചിന്തിക്കണം. ഇത് കുറെ ദിവസമായി നമ്മൾ ഈ ഒരു കേവിൽ വന്ന് പെട്ടിട്ട്. എന്തായാലും അവനെ നമുക്ക് പെറ്റാക്കാൻ വേണ്ടി പറ്റി. ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കട്ടെ. അങ്ങനെ ഞാനിവിടെ സ്റ്റെപ്പിന്റെ പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു താൽക്കാലിക സ്റ്റെപ്പായിട്ട് കൂട്ടിയാൽ മതി. നമുക്ക് പിന്നീട് നല്ല രീതിക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓമനത്തുള്ള പൂച്ചക്കുട്ടിക്ക് നല്ലൊരു പേര് കമന്റ് ചെയ്യണം. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ ഇടാം ആ ഒരു പേര്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്താണെങ്കിൽ ഇനിയും 2 നെയിം ടാഗ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു നെയിം ടാഗ് ഈ ഒരു പൂച്ചക്കുട്ടിക്ക് പോകും. അതുപോലെ നമുക്കിനി ഒരു പട്ടിക്കുട്ടിയെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് കിട്ടിയ പെറ്റിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുത്തിയിട്ടുണ്ട് മീനിക്കുട്ടിയുടെ ഒപ്പരം. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് എൻ്റെ തല ഇങ്ങനെ പുകച്ച് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് സ്റ്റോറേജ് റൂം ആ ഒരു കേവിൻ്റെ അടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ആരത് അവിടെ നിൽക്കണേ? ഓക്കെ വിരുന്നുകാരൊക്കെ വീണ്ടും എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റേ. അങ്ങനെ അവരെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കില്ലേ ഈ ഒരു കേവിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോറേജ് റൂം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അതായത് സ്റ്റോറേജ് റൂം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സാധനങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോണില്ല. അപ്പൊ നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വില്ലേജർ ബ്രീഡറും അയൺ ഫാർമൊക്കെ ഉള്ള ഈ ഒരു ഐലൻഡിൽ നമുക്ക് ആ ഒരു സ്റ്റോറേജ് റൂം, അതായത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് റൂം നമുക്ക് ഇവിടെ പണിയാം. അപ്പൊ ഇവിടെ ആയിട്ട് കുറെ അധികം പ്രൂഫ്സിന്റെ ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അതായത് അത്യാവശ്യം പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഒരു വലിയ സ്റ്റോറേജ് റൂം നമുക്ക് പണിയാം.
അപ്പോൾ അതിന്റെ പണിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള മരം മൊത്തം ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാനത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഇത്രയും ഏരിയ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ അയൺ ഫാർമിന്റെ തൊട്ട് മുമ്പിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോറേജ് റൂം വരുന്നത്. അപ്പോൾ ഇനിയും കുറച്ചും കൂടി നമുക്ക് നീളത്തിൽ അങ്ങോളം ക്ലിയർ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ മൊത്തത്തിൽ ഇവിടെ ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഈ ഒരു സ്റ്റോറേജ് റൂം വരുന്നത്. നീളത്തിലുള്ള ഒരു സ്റ്റോറേജ് റൂമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേയധികം ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ. കുറേയധികം പ്രൂസിൻ്റെ ലോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാകണം. അത്യാവശ്യം ചെസ്റ്റൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ ആക്കിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ചിന്തിച്ച സമയത്ത് നമുക്കൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റോറേജ് റൂമിൻ്റെ എൻട്രൻസ് വരുന്നത് ഇതുപോലെയാണ്. ഇവിടെ നമ്മൾ എൻട്രൻസ് വരും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഡബിൾ ചെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഡബിൾ ചെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയും ഡബിൾ ചെസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇവിടെയും ഡബിൾ ചെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഡബിൾ ചെസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നടുവിലായിട്ട് ഇവിടെ ഉണ്ടായ ചെസ്റ്റ് ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് നമ്മൾ ഇവിടത്തേക്കുള്ള വഴി വെക്കും. അപ്പോൾ ഇത് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. അതാണ് ഞാൻ എന്തായാലും ഒന്നും കൂടി സ്ട്രക്ചർ ഒന്ന് വലുതാക്കട്ടെ. അപ്പോൾ ഞാനാണെങ്കിൽ ചെറിയൊരു സ്ട്രക്ചർ നമ്മൾ സ്റ്റോറേജ് റൂമിന് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യാമെന്നാണ്. ഞാൻ എന്തായാലും ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള മതിലൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. അതായത് ചുമരൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ബ്ലോക്ക് വെക്കണോ അല്ല ഇത് മാറ്റണോ എന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഫ്ലോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബ്ലോക്കാണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ക്ലിപ്പൊക്കെ മിസ്സായി പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഈ ഒരു ഫ്ലോർ മൊത്തം കംപ്ലീറ്റ് ആക്കട്ടെ. അങ്ങനെ ഒരു വിധത്തിൽ ഫ്ലോറിൻ്റെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ മൊത്തത്തിൽ ചെസ്റ്റ് വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ബെഡ് ഇവിടെ വെച്ചിട്ട് റീസ്പോൺ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറേയധികം ഇഷ്ടം പോലെ ചെസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ ഞാൻ അത്യാവശ്യം ഒരു 4 സ്റ്റാക്ക് ചെസ്റ്റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് മൊത്തത്തിൽ വെച്ച് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മളെ ചെസ്റ്റ് വരുന്നത്. അതായത് ഫസ്റ്റ് ചെസ്റ്റ് ഇതുപോലെ ഇവിടെ വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചെസ്റ്റ് ഇതുപോലെ ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഈ ചെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇത് ഞാൻ സ്പാം ക്ലിക്ക് ചെയ്തതാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു ചെസ്റ്റ്, ഇവിടെ ഒരു ചെസ്റ്റ്, ഇതേപോലെ ആ അറ്റത്തോളം നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അങ്ങനെ ഫൈനലി എൻ്റെ കയ്യിലുള്ള എല്ലാ ചെസ്റ്റും ഞാൻ ഇവിടെ വെച്ചു. ഇനി നമുക്കൊന്നും കൂടി പ്രൂസും കാര്യങ്ങളൊക്കെ കുറേയധികം ഗ്രൈൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഇതുപോലെയാണ് നമ്മൾ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ ഒട്ടുമിക്ക മരം മൊത്തം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഇത്രത്തോളം സ്റ്റാക്ക് കണക്കിന് ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെക്കാം. അങ്ങനെ കുറേ സമയത്തിന് ശേഷം അത് ഈ ചെസ്റ്റിന്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും മുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 5:42 നമ്മൾ സാധാരണ 5:30 വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടാൻ പറ്റിയില്ല. സോ എന്തായാലും നമുക്ക് ബാക്കി പണിയും കൂടി ചെയ്യാം. അപ്പം ഇനി നമുക്ക് ബാക്കി പരിപാടി ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു എന്താണ് ഇതിൻ്റെ പേര്, പ്രൂസ് ഇത് വെക്കണം. എൻ്റെ റീലേക്ക് മൊത്തത്തിൽ പോയി. ഈ ഒരു പ്രൂസ് 2 സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അങ്ങനെ ഒരു വിധത്തിൽ ഇതിൻ്റെ അകത്തെ പണി മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഏതിലൊക്കെ വെക്കാന്നുള്ളത് മാത്രം സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് റൂഫിങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എങ്ങനെ ചെയ്യണമെന്ന്. ഞാനൊന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു റൂഫ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് കിട്ടി. അപ്പോൾ ഇത് ഭംഗിയുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് നമുക്ക് മൊത്തത്തിൽ ആ അറ്റം വരെ നമുക്ക് വെക്കാനുണ്ട് ഇനി. അങ്ങനെ കുറേ സമയത്തിന് ശേഷം നമ്മൾ ഒരു സൈഡിലത്തെ റൂഫിൻ്റെ പണി മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ആക്കാൻ. ഇതും കൂടി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 90% വർക്കും കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പം ഞാനാണെങ്കിൽ കുറേയധികം ലാൻഡേണും കുറച്ച് ടോർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. കാര്യം അതിൻ്റെ അകത്ത് ക്രീപ്പറൊക്കെ വന്ന് സ്പോൺ ആയിട്ടുണ്ട്. അതെങ്ങാനും പൊട്ടിത്തെറിച്ച് എൻ്റെ ഇത്രയും നേരത്തെ കഷ്ടപ്പാട് മൊത്തം പോവും. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ 95% വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ടൈം പറഞ്ഞുതരാം. ഞാൻ ഏകദേശം 2 മണിക്കാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതാണ് 5:30 വീഡിയോ ഇടാൻ വേണ്ടി. ഇപ്പോൾ സമയം വൈകുന്നേരം 7:23. വൈകുന്നേരമല്ല, ഏകദേശം രാത്രിയായി. 7:23 ടൈം ആയത്. അപ്പോൾ ഏകദേശം 95% വർക്ക് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 5% ഈ ഒരു ഗ്ലാസ് വെക്കുന്ന പരിപാടിയാണ്. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ബിൽഡിംഗ് സ്കില്ലൊക്കെ കുറച്ചും കൂടി അപ്ഗ്രേഡായി വരുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ട്. ഈ പുറം ഭാഗമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സാധാരണ ഇത്രയും നല്ല രീതിക്കൊന്നും ഞാൻ
എനിക്കിത് കണ്ടിട്ട് നല്ല രീതിക്കാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്കിത് നല്ല രീതിക്ക് ഭംഗിയുള്ള പോലെ ഒരു ഫീല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ മറ്റേ ഐറ്റം ഫ്രെയിമൊക്കെ വെക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കത് മൊത്തം കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. സോ അത് നമുക്ക് ബാക്കി എപ്പിസോഡിലൊക്കെ കംപ്ലീറ്റ് ആക്കാം. എന്തായാലും ഞാനത് ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഗ്ലാസ് ബാക്കിയുണ്ടോ എന്നൊന്ന് നോക്കണം. എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലെങ്കിൽ നമുക്കിനി ഒന്നും കൂടി സാൻഡൊക്കെ മൈൻ ചെയ്യാൻ പോണ്ടി വരും. അങ്ങനെ നമ്മൾ കുറേ ബിൽഡിനൊക്കെ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ച കുറേയധികം ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പിടിച്ച് പ്ലെയിൻ ഗ്ലാസ് ഒക്കെ വിട്ടിട്ടുണ്ട് നമ്മളെ. അപ്പോൾ ആ പ്ലെയിൻ ഗ്ലാസ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞെങ്കിൽ 97% പണി കഴിയും. ബാക്കി വരുന്ന കുറച്ച് ശതമാനം വർക്ക് നമ്മളെ ഡിസൈനിങ് വർക്കാണ്. പുറമെ എന്തോ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഫ്രണ്ടിൽ 2 സൈഡും നമ്മൾ ഗ്ലാസ് വെച്ചിരിക്കുന്നു. ഇനി ബാക്കിൽ 2 സൈഡും കൂടി ഉണ്ട്. അവിടെയും കൂടി ഗ്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പരിപാടി സെറ്റായി. അങ്ങനെ ഗൈസ് ലൈറ്റിംഗ് പരിപാടിയും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ലൈറ്റ് വെക്കണോ? അത് ബോറാവോ? നമുക്കെന്തായാലും വെച്ച് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ അത് ബോറാവോ. ഓക്കെ, കുറേ ലൈറ്റ് വന്ന ഒരു ഫീലുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഈ ഒരു സൈഡ് ലൈറ്റ് വെക്കണോ വേണ്ടിയോ എന്ന്. പറഞ്ഞാൽ കൊള്ളത്തില്ലെങ്കിൽ ഞാൻ മാറ്റാം. ഇപ്പോൾ അത്യാവശ്യം കാണാൻ കൊള്ളാം. എന്നാലും എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാ, അതാ ഞാൻ മാറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ സ്റ്റോറേജ് റൂമിൻ്റെ പരിപാടി മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെന്തെങ്കിലും ഡിസൈനിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. എങ്ങനെ ആക്കിയാൽ ബെറ്റർ ആവും, എന്ത് ചെയ്താൽ ബെറ്റർ ആവും എന്നൊക്കെ പറയാം. കാരണം എൻ്റെ ഐഡിയയിലുള്ളത് ഞാൻ മൊത്തം ഇവിടെ പണിഞ്ഞു വെച്ചു. ഇനി എങ്ങനെ ഇത് ബെറ്റർ ആക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ തല ഇനി പൊകിക്കാൻ വയ്യാന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഗ്രൈൻഡ് ആയിട്ട് നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.